റിപ്പോ നിരക്ക് പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക്. പലിശ നിരക്കുകൾ കുറയും. 0.5% റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വലിയ ആശ്വാസമാണ്. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്നൊരു സംശയം ഒരു ഭാഗത്ത് നൽകുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷ ഇന്ത്യൻ വിപണിക്ക് ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്? ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത്. 0.5% ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ കുറച്ചിരിക്കുന്നത്. 25 ബേസിസ് പോയിന്റ്സ് കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മോണിറ്ററി പ്രൈസിംഗ് കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ഇന്ന് ബോംബെയിൽ ചേർന്ന MPCയുടെ യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. പലിശ നിരക്കുകൾ കുറയും എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇടത്തരക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഭവന വാഹന വായ്പകളുടെ നിരക്കുകൾ കുറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടത്തരക്കാർക്ക് ആശ്വാസമാണ്. കാരണം വലിയ തോതിൽ സാമ്പത്തിക രംഗത്ത് മാറ്റമുണ്ടാകുന്നു എന്ന് തന്നെയാണ് റിസർവ് ബാങ്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ 25 ബേസിസ് പോയിന്റ്സ് അല്ലെങ്കിൽ 0.5% കുറവ് റിപ്പോ നിരക്കുകൾ വരുത്തിയിരിക്കുന്നത്. ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ പകര ചുങ്കം ഏർപ്പെടുത്തുന്നത് വലിയ തോതിൽ ആഗോള രംഗത്ത് ഒരു ഉലച്ചിലുണ്ടാക്കിയിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് വലിയ ഉലച്ചിലുണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് തുടർച്ചയായ രണ്ടാം തവണയും ഇപ്പോൾ പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ഇത് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനമാണ് അല്പസമയം മുൻപ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നു 0.5% റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന്. ഇടത്തരക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം മാത്രമല്ല, ഭവന വാഹന വായ്പയിൽ ഉണ്ടാകുന്ന മാറ്റം, ആ പലിശയിലുണ്ടാകുന്ന മാറ്റം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.